നമുക്ക് ഈ ഒരു ടിവിയുടെ റിവ്യൂ ചെയ്താലോ? അപ്പോൾ ഇതിന്റെ സ്പെക്ക് കാര്യങ്ങളൊന്ന് പറയാമോ? ഇത് എൽ ജിയുടെ ടി വി 55 ഇഞ്ചാണ് വരുന്നത്. 55 ഇഞ്ച് എൽ ജിയുടെ ടി വിയാണ് വരുന്നത്. ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൽ UHD ടി വിയാണ് വരുന്നത്. നോർമൽ UHD ടി വി. അതേ തന്നെ ഇതിന് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവുന്നുണ്ട്. ഈ UHD ടി വി ആണെങ്കിൽ പോലും ഇതിന് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ആവുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് അല്ലേ? അതെടുത്ത് പറഞ്ഞ പിന്നെ അതുപോലെ ഗൂഗിൾ കാസ്റ്റ് സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ എയർപ്ലേ സപ്പോർട്ട് ആവുന്നുണ്ട്. എയർപ്ലേ അല്ലേ? എയർപ്ലേ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് വരുന്നത് സോഫ്റ്റ്വെയർ വെബ് സോഫ്റ്റ്വെയർ വരുന്നത്. പിന്നെ അത്യാവശ്യം ആപ്സ് സപ്പോർട്ട് ആവുന്നത്. ഗൂഗിൾ ടി വിയിൽ സ്മാർട്ട് ടി വി ആയതുകൊണ്ട് ആപ്പ് സപ്പോർട്ട് ആവുന്നുണ്ട്. നോർമലി സെലക്റ്റഡ് ആപ്സ് മാത്രമേ സപ്പോർട്ട് ആകത്തുള്ളൂ. നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട്, LG ചാനൽ വരുന്നുണ്ട്, പിന്നെ സോണി ലൈവ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം വീഡിയോ, C5, ആപ്പിൾ TV, യൂട്യൂബ്, അങ്ങനെയുള്ള എല്ലാ ആപ്സ് സപ്പോർട്ട് ആവുന്നുണ്ട്. ഗെയിമിംഗ് ടി വി അല്ല, നോർമൽ ഒരു ടി വി സ്മാർട്ട്, അതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5 ഇയർ OS അപ്ഗ്രേഡ് വരും. 5 ഇയർ OS അപ്ഗ്രേഡ്. ഈ മോഡൽ എന്ന് പറഞ്ഞാൽ UA8256 എന്ന് പറഞ്ഞൊരു മോഡലായിരുന്നു. അപ്പോൾ മോഡൽ കൃത്യമായിട്ട് നമ്മളൊന്നുകൂടെ പറയണം. ചിലർക്ക് മോഡൽ അറിയാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് ഈ മോഡൽ വരുന്നത് UA8256 എന്ന് പറഞ്ഞ മോഡലായത്. ലേറ്റസ്റ്റ് 25 മോഡലാണ് വരുന്നത്. 25 മോഡലാണ് വരുന്നത്. അപ്പോൾ ഇത് ന്യൂ ഇയർ ഒക്കെ പുതിയൊരു വർഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് നല്ല ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 25 മോഡൽ ആയതുകൊണ്ട് അതിൻ്റെതായ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. പിന്നെ ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ ഓഫർ വേറെ. അപ്പോൾ ഇത് 2GB റാമാണ് വരുന്നത്. നോർമൽ ഒരു 43 ഇഞ്ച് 55 ഇഞ്ച് വരുമ്പോൾ 2GB റാമാണ് വരുന്നത്. ഇന്റർണൽ സ്റ്റോറേജ് 8GB സ്റ്റോറേജ് വരും. അത്യാവശ്യം സ്ലിമ്മാണ്. അത്യാവശ്യം സ്ലിമ്മാണ് ഈ ഒരു ടി വിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് അല്ലേ? പിന്നെ വരുന്ന 8GB ഇന്റർണൽ സ്റ്റോറേജ് വരുന്നുണ്ട്. സ്റ്റോറേജ് അത്യാവശ്യം വരുന്നതുകൊണ്ട് അത്യാവശ്യം മൂവീസൊക്കെ നമുക്ക് മൂവീസ് അല്ലെങ്കിൽ ആപ്സ് അത്യാവശ്യം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ വാറണ്ടി 1 ഇയറാണ് വരുന്നത്. 1 ഇയർ അല്ലേ? 1 ഇയറാണ് വരുന്നത്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ 2 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. 2 സ്റ്റാർ റേറ്റിംഗ് അല്ലേ? 2 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇതിന് HDR10 Pro സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDR10 Pro അല്ലേ? പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റിമോട്ട്, ഇത് ബേസിക് മോഡൽ ടി വി വരുന്നത്. UHD ബേസിക് ആണ് വരുന്നത്. ഇതിന്റെ റിമോട്ട് വരുന്നത് മാനുവൽ റിമോട്ട്. ഈ റിമോട്ടാണ് വരുന്നത്. പിന്നെ ഇതിന്റെ കുറച്ചുകൂടെ ടോപ്പ് എൻഡ് വേരിയന്റ് വരുമ്പോൾ മാജിക് മോഷൻ റിമോട്ട് വരും. മൗസ് ഉള്ള ടൈപ്പ് അല്ലേ? ഇത് വരുന്നത് നോർമൽ റിമോട്ട്. പക്ഷേ ഇത് ബേസിക് മോഡലാണെങ്കിൽ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്ന മോഡൽ LG ആയതുകൊണ്ട് തന്നെ. പിന്നെ HDMI കേബിൾ സപ്പോർട്ട് ആകുന്നുണ്ട്. USB കണക്ട് ചെയ്യാം. പിന്നെ അത്യാവശ്യം ആപ്സ് ഞാൻ കാണിച്ച പോലെ ഇത്ര ആപ്സ് സപ്പോർട്ട് ആകുന്നുണ്ട്. പിന്നെ 5 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് വരുന്നതുകൊണ്ട് തന്നെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിന്റെ ന്യൂ ഇയറിന്റെ ഓഫർ ഉണ്ട് വേറെ. അതല്ലേ നമുക്ക് മെയിൻ ആണ്. ന്യൂ ഇയറിന്റെ ഓഫർ ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു 60 രൂപ റേഞ്ചിലോട്ടൊക്കെ വരുന്ന മോഡലാണ്. നമ്മുടെ ഇവിടെ ഓഫറിൽ കൊടുക്കുന്ന 50 രൂപയ്ക്കാണ്. MRP അല്ല നമ്മുടെ ഓഫർ പ്രൈസ്. പക്ഷെ നമ്മൾ ഇതിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓഫർ കഴിഞ്ഞ് നമുക്ക് 45 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഷോപ്പ് വരുവാണെങ്കിൽ അതിൻ്റെതായ നമുക്ക് കൂപ്പൺ അവൈലബിൾ ആണ്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലേ? ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഓഫറിന് കൊടുക്കാം. അതുവരെയായിട്ടും ആരും കൊടുക്കാത്ത റേറ്റ് കൊടുക്കും. ഉറപ്പായിട്ടും കൊടുക്കും. നമ്മളെ വിളിക്കുന്നവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ TV കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ആൾക്കാർ പറയൂല്ലോ അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമർ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് ഇംപെക്സിന്റെ മോഡലൊക്കെ അത്യാവശ്യം മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് റിവ്യൂസ് തന്നെ. കഴിഞ്ഞ വീഡിയോ കണ്ട 55 QLED അത്യാവശ്യം പോയായിരുന്നു. പിന്നെ 65 പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു TV എത്ര രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും? 45 രൂപയ്ക്ക് ഞങ്ങൾ ഈ ഒരു TV തരുന്നതാണ്, ഈ ഒരു മോഡല്. അപ്പം എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ എബൌട്ടിനകത്ത് നമ്മുടെ നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോ നമ്മൾ JBLന്റെ ചെയ്യുന്നതായിരിക്കും. JBLന്റെ സൗണ്ട് ബാർ.
ഓക്കെ, എല്ലാവരും ചോദിച്ചായിരുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ മൈക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് സെറ്റ് ചെയ്യായിരുന്നു സപ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.